നമ്മുടെ ബൃജു മഹാരാജ് ചെയ്യുന്ന ആ ഒരു രാധ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലാതെ ഇതിന് വേണ്ടതുമാണ്. പ്രത്യേക അതിർവരമ്പുകളൊന്നും ഇല്ല. നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി ഒരു കാര്യമുണ്ട്, കലയോടുള്ള ആത്മസമർപ്പണം തന്നെയാണ്. ആത്മസമർപ്പണമല്ല. ആത്മസമർപ്പണം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. Commitment. ദിസ് ഇസ് ദ ഷിയർ ജീനിയസ്. Okay. പ്രതിഭ എന്ന് പറയുന്നത്. ആ പ്രതിഭയ്ക്ക് ജെൻഡർ ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കേളുചരൺ മഹാപാത്ര ചെയ്യുന്ന ഒഡീസി. അഷ്ടപതികൾ, അതുപോലെ നമ്മുടെ ബൃജു മഹാരാജ് ചെയ്യുന്ന ആ ഒരു രാധ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീക്ക് അതെല്ലാം നമ്മൾ വളരെയധികം ആസ്വദിക്കുന്നു. അദ്ദേഹം ഒരു പുരുഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല, അത്രയും തന്നെ ഉള്ളൂ മോഹിനിയാട്ടത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലാതെ ഇതിന് പ്രത്യേക അതിർവരമ്പുകളൊന്നും ഇല്ല. അതിർവരമ്പുകളില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു എന്താണ്, ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്തപ്പോഴും അവരെല്ലാവരും പറഞ്ഞത് തോമയുടെ ഉണ്ടാകുന്ന ആരാധകർ, അല്ലെങ്കിൽ അവനോടൊപ്പം സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം അവൻ്റെ ഒരു മൂല്യം ആ രീതിയിലാണ്. അവൻ്റെ ചിസിൽഡ് ബോഡിയും അവൻ അതിനകത്ത് ഇൻബെഡഡ് ആയിട്ടുള്ള ലാസ്യവും അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ക്ലാസിക് എലമെന്റ്. നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി ഒരു കാര്യമുണ്ട്, അതാണ് കേവലം ഒരു വാസന അല്ലെങ്കിൽ ഒരു പ്രതിഭാശാലിത്വം ഉള്ളത്. അപ്പം പുരുഷന്മാർക്ക് അത് കൂടുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്. കാരണം വെൻ ദേ ആർ കമ്മിറ്റഡ് ടോട്ടലി. ദേ ഡോണ്ട് എക്സിസ്റ്റ് വിത്ത് ദ ബോഡി. മനസ്സിലല്ലേ? അവർക്ക് ആ കലയുടെ ആത്മാവുമായിട്ട് കുറേ കൂടെ ഒരു ഇഴുകിച്ചേരാനുള്ള ആഴത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്തുകൊണ്ടോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.